മുഹമ്മദ് ഷെയ്ദ് ഇപ്പോൾ പാങ്ങിൽ നിന്നും ചേരുകയാണ്. അവിടെ പള്ളിപ്പറമ്പ് സ്കൂളിൽ നിന്നുള്ള GLP സ്കൂളിലെ അധ്യാപകരും ഒപ്പം തന്നെ അവിടുത്തെ സ്റ്റാഫുമായിരുന്നു ഈ യാത്ര തിരിച്ചത്. അവർക്കാണ് ജീവൻ നഷ്ടമായത്. ഇങ്ങനെ ഒരു അപകടം, വലിയ ദുരന്തം വഴിയിൽ കാത്തിരുന്നത് അറിയാതൊരു ദുരന്തം ഉണ്ടാവുകയും ഈ അപകട വാർത്ത നമുക്ക് മുൻപിലേക്ക് എത്തുന്നതും. ഷഹീദുണ്ട്. ഷഹീദ്, അവിടെയുള്ള ആളുകൾ നേരത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, 16, 13 എന്നൊക്കെയുള്ളതിൽ എത്ര പേര് ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം ഇപ്പം സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ? ആ നാടാകെയും നടുങ്ങലിലും വേദനയിലുമായിരിക്കും. അവിടെ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. പക്ഷേ ഈ 16 പേരുണ്ട് എന്ന് നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇൻഫർമേഷനാണ് സ്ഥലം MLA കൂടിയ മഞ്ഞളാംകുഴിയിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമുക്ക് 13 പേരെന്നുള്ള ഒരു കൺഫർമേഷനാണ് ലഭിക്കുന്നത്. നമുക്കിനി വ്യക്തമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കുറുവ ഗ്രാമപഞ്ചായത്ത് LP സ്കൂളാണ്. പാങ്ങ് പള്ളിപ്പറമ്പ് LP സ്കൂളിലാണ്. ഈ സ്കൂളിലെ അധ്യാപകരാണ് ഈ യാത്ര പോയത്. സ്കൂളിൻ്റെ പുറത്ത്, ഗേറ്റിന് പുറത്ത് ഒരു ടാലൻറ്റ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികളുടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടികളെയൊക്കെ, ഈ പിഞ്ചു കുട്ടികളെയൊക്കെ സ്കൂൾ അധ്യാപനം നടത്തി അവരെ പഠിപ്പിച്ച് മിടുക്കരാക്കിയൊക്കെ അധ്യാപകരാണ്, ടീച്ചർമാരാണ് കൂടുതലും. വനിതാധ്യാപകർ ഉൾപ്പെടെയുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂളിൻ്റെ വരാന്തയൊക്കെ നമുക്ക് ദൃശ്യത്തിൽ കാണുന്നുണ്ട്. അജിത ടീച്ചർ സ്കൂളിൻ്റെ HM ആണ്. അവരുൾപ്പെടെ മരണപ്പെട്ടതായി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത വർഷം റിട്ടയർമെൻറ്റ് ആകാനുള്ള ടീച്ചറാണ് അജിത ടീച്ചർ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളാണ് ഇവിടെ സ്കൂളിൻ്റെ വാർഷികാഘോഷങ്ങളൊക്കെ നടത്തിയത്. വളരെ സന്തോഷപൂർവ്വം, ആഘോഷപൂർവ്വം വാർഷികാഘോഷങ്ങളൊക്കെ പൂർത്തിയാക്കി. വേനലവധിക്ക് കുട്ടികൾ സ്കൂൾ പൂട്ടി. അധ്യാപകർ അങ്ങനെ വാർഷികാഘോഷവും സ്കൂൾ പരീക്ഷയും ഒക്കെ കഴിഞ്ഞ് അധ്യാപകർ അവരുടെ വേനലവധിക്കാലത്തൊക്കെ അധ്യാപകർ അങ്ങനെ സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായി അങ്ങനെ യാത്രകളൊക്കെ സംഘടിപ്പിക്കാൻ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് യാത്ര പുറപ്പെട്ടത്. സ്കൂളിലെ പ്യൂണായിരുന്ന ഗോപാലൻ ചേട്ടൻ അല്പം മുമ്പ് നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തന്നെയും ക്ഷണിച്ചിരുന്നു യാത്രയിലേക്ക്. അങ്ങനെ വളരെ സൗഹൃദമായി പോകുന്ന അധ്യാപക ഒരു കൂട്ടമാണ് ഇവിടെ ഉള്ളത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള UP സ്കൂളിലെ ഒരു അധ്യാപിക കൂടി ഇവരുടെ സംഘത്തിനോടൊപ്പം ചേരുകയും ചെയ്തിരുന്നു. ഇവിടെ മകൾ പഠിക്കുന്നുണ്ട്. മോനെ എത്രാം ക്ലാസ്സിലാണ്? 1ലാണ്. 1ാം ക്ലാസ്സിലാണ്. മോനെ പഠിപ്പിക്കുന്ന ടീച്ചറൊക്കെ പോയിട്ടില്ല? ഇല്ല, അവര് പോയിട്ടില്ല. അത് അസനത്തെ ടീച്ചറെ, അത് ഇവരെ കൂടെ പോയിട്ടില്ല. പോകാതിരുന്നാണ് എന്താ അങ്ങനെ എന്താ അവരെന്താ ഹജ്ജിന് പോകുന്നുണ്ടെന്നോ അങ്ങനെ എന്താ പറഞ്ഞു കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പരിപാടി പോയിട്ടില്ല. ഈ വർഷം ചേർത്തിയാണ്? ഈ വർഷം. ഇപ്പൊ 1ലാണ്. 1 കഴിഞ്ഞ് രണ്ടൊക്കെയായി. പ്രധാനാധ്യാപിക HM അജിത ടീച്ചർ. അത് കറക്റ്റ്. സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന രക്ഷിതാക്കളുണ്ടോ വേറെ? ഇവിടെ ഉണ്ടോ? ഞാൻ നേരത്തെ സംസാരിച്ചാണ്. എൻ്റെ മോളാണ് പഠിക്കുന്നത് ഇവിടെ, 4ാം ക്ലാസ്സിലാണ്. അത് മോളെ ടീച്ചർ പേര് യാത്ര പോലെ ഇതുണ്ട്. അല്ല, മജിദ് മാഷല്ല, ആശു ടീച്ചറാണ്. യാത്ര പോലെ ഉണ്ട്. മരിച്ചു. ടീച്ചർ കുറെ കാലമായിട്ട് മോളെ പഠിപ്പിക്കുന്നുണ്ട്. കുറെ കാലമായിട്ടുള്ളതാണ്. ടീച്ചർ മാത്രമേ ഒരു 3 വർഷമായിട്ടുള്ളൂ. എങ്ങനെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ആയിട്ടുള്ള ബന്ധം? ഒക്കെ നല്ല അടിപൊളി ടീച്ചർമാരാണ്. നല്ല ബന്ധമാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ടീച്ചർമാരെയും പേരൊക്കെ കിട്ടുന്നത്. എല്ലാ നാട്ടുകാരായിട്ടൊക്കെ. അല്ല, അപ്പോൾ നമ്മളെ മലയത്തേക്ക് സർജറി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു 4 ദിവസം മുൻപ്. ടീച്ചർ 1ാം ക്ലാസ് മുതൽ മൊത്തം നമ്മളെ കുട്ടികളൊക്കെ ഇവിടെ തന്നെയാണ്. കുട്ടികളുടെ പഠനമൊക്കെ എങ്ങനെയാണ്? നല്ല പഠനമാണ്. അപ്പോൾ നമ്മളെ മൂത്തുകൾ ഇപ്പോൾ നഴ്സിങ്ങിനാണ്. അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ചു തന്നെയാണ്. ഈ ടീച്ചർമാരൊക്കെ പഠിപ്പിച്ചു തന്നെയാണ്. എത്ര കാലം ഇവിടെ? HM കൂടെ ഒരു 3 വർഷമായിട്ടുള്ളൂ. HM ഒരു 10 വർഷത്തിലേറെ ബന്ധമുണ്ട് ജനങ്ങളായിട്ട്. അത്രയും ജനങ്ങളായിട്ടൊക്കെ ബന്ധമായിട്ട് പോകണമാണ്. സ്കൂളിലപ്പം എനിക്ക് തോന്നുന്നൊരു 8 പേര് സ്കൂളിലുള്ളവരായി. അതെ. ഒരു 8 പേര് സ്കൂളിലാണ്. അതെ. അവളെ കുട്ടിയുണ്ട്. LKG UKG കൂടെയാണ് പഠിച്ചത്? അല്ല, നമ്മൾ 1ാം ക്ലാസ് ചേർത്തിട്ടുള്ളൂ. അംഗനവാടി കഴിഞ്ഞ് പിന്നെ 1ാം ക്ലാസ്സിൽ ചേർത്തിട്ടുള്ളൂ. ഒരു 100 ചില കുട്ടികളുണ്ട്. നല്ല സ്കൂളാണ്. വാർഷികാഘോഷമൊക്കെ അതിപ്പോൾ കഴിഞ്ഞിട്ട് ഒരു 1-ാം തീയതിയാണ് കഴിഞ്ഞിട്ട്. നല്ല ഉഷാറായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. വാർഷികാഘോഷം അതെ, 1-ാം തീയതി കഴിഞ്ഞ മാസം. അങ്ങനെ നല്ല സ്കൂളാണ്. നല്ലത് കുട്ടികൾക്ക് പഠിക്കാനും ഇതിനൊക്കെ എല്ലാ ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്ന് എടുത്ത് നല്ല ഉഷാറായിട്ട് വരികയാണ്. പക്ഷേ അങ്ങനെ നല്ല ഓർമ്മകളാണ് അധ്യാപകരെ കുറിച്ച് രക്ഷിതാക്കൾ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ രക്ഷിതാക്കളാണ് നമ്മളോട് സംസാരിച്ചത്. വളരെ നല്ല ഓർമ്മകളാണ് അധ്യാപകരെ കുറിച്ചുള്ളത്. നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. സ്കൂളിന് പുറത്തൊരു ബോർഡുണ്ട്. ടാലൻറ്റ് എക്സാമിനേഷനിൽ വിജയികളായ കുട്ടികളുടെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ വിദ്യ അഭ്യസിപ്പിച്ച് അങ്ങനെ നാട്ടിലെ പരിമിതമായ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൂട്ടായ്മയോടുകൂടി സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്ന സർക്കാർ സ്കൂളാണ്. ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം
പരിശീലനം ആവശ്യമാണ്. ആ തരത്തിൽ നടത്തിക്കൊണ്ടു പോകുന്ന അധ്യാപകരാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ വേദനയും ഞെട്ടലിലുമാണ് ഇവിടുത്തെ നാട്ടുകാരായ ആളുകളെല്ലാം ഉള്ളത്. അവർക്ക് നല്ല ഓർമ്മകളാണ് ഇവരെക്കുറിച്ച് പങ്കുവെക്കാനുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അത്തരം നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണോ? അങ്ങനെ നാട്ടുകാർക്കൊക്കെ നല്ല ഓർമ്മകൾ മാത്രമാണ് അധ്യാപകരെ കുറിച്ച് പങ്കുവെക്കാനുള്ളത്. അധ്യാപകർ നേരത്തെ സ്കൂൾ പൂട്ടുന്നതിന് മുമ്പ് തന്നെ 100-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്നാണ് പറയുന്നത്. ഒരു LP സ്കൂൾ എന്ന് പറയുന്ന ആ നാട്ടിൽ ഒരു വീട് പോലെ തന്നെയായിരിക്കും ആ സ്കൂൾ, അല്ലെങ്കിൽ ആ സ്കൂളിലെ അധ്യാപകരൊക്കെയും സ്വാഭാവികമായിട്ടും ആ വീട്ടുകാരെ എല്ലാവരെയും അറിയുന്നതായിരിക്കും. നേരത്തെ സംസാരിച്ച ചേട്ടൻ എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതിരിക്കുക, സർജറി കഴിഞ്ഞിരിക്കുക, വീട്ടിലേക്ക് വരുന്നു എന്ന് ആശ ടീച്ചർ പറഞ്ഞിരുന്നു. മോളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അത്രയും അടുപ്പം ഉണ്ടാകും, സ്വാഭാവികമായിട്ടും അതങ്ങനെയാകും. പക്ഷേ ഇത് മറ്റൊരു കാര്യം, ഈ ഗവൺമെൻറ് സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകരൊക്കെ അവർ അവിടെ തന്നെയുള്ള സ്വദേശം അവിടെ തന്നെയുള്ളവരാണോ, അതോ മറ്റെവിടെ മലപ്പുറത്ത് തന്നെ മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റ് ജില്ലയിലൊക്കെ ഉള്ളവരാണോ? അവരുടെയൊക്കെ അങ്ങനെയുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? ഈ പ്രദേശത്തുകാർ തന്നെയാണ്. ഈ പ്രദേശത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും തൊട്ടടുത്ത് ഒരു 4-5 കിലോമീറ്റർ താമസിക്കുന്നവരുണ്ട്. പക്ഷേ കൂടുതലും ഈ പാങ്ങ് കുറുവ പഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. സർക്കാർ സ്കൂളാണെങ്കിൽ കൂടി ട്രാൻസ്ഫറായി വീടിനടുത്തേക്കൊക്കെ ട്രാൻസ്ഫറായി വന്ന് കുറച്ചധികം കാലം, ഏകദേശം 12 വർഷത്തോളം തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഇന്ന് യാത്ര പോയ സംഘത്തിലുണ്ട്. HM 2 വർഷം 3 വർഷം മുമ്പാണ് ഇവിടെ ജോയിൻ ചെയ്തത്. HMൻ്റെ നാടും ഇതിൻ്റെ പ്രദേശത്തിനടുത്ത് തന്നെയാണ്. HM അടുത്ത വർഷം റിട്ടയർമെൻറ്റ് ചെയ്യാനിരിക്കുകയാണ് HM അജിത ടീച്ചർ. അങ്ങനെ ആ പ്രദേശത്തുകാരായ ആളുകൾ, നാട്ടുകാർക്കൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ്. ഈ അധ്യാപകരൊക്കെ ഈ പ്രദേശത്തുകാർ തന്നെയാണ്. അതെ, ഒന്ന് പാലൂരിലാണ്, ഒന്ന് പിന്നെ ഇവിടെ അടുത്തുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ HM പാലൂരാണ്. പുലാമന്തോളം പാലൂര ഭാഗത്താണ്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉള്ളതാണ് ആൾക്കാർ. നിങ്ങളിവിടെ പഠിച്ചു? ഞാനിപ്പോൾ ഈ ടീച്ചർമാരൊക്കെ എൻ്റെ ഇവിടെ എൻ്റെ അയൽവാസിയും കൂടി ഇരുന്നു. അവിടെ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആള് ആയനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. സജീവമാണ്. അതെ അതെ, ഭയങ്കര സജീവമാണ്. കുറേ കാലങ്ങളായിട്ട്. നിങ്ങളിവിടെ പഠിക്കുന്ന സമയത്തും? അതെ അതെ, ഞാൻ ഇവിടെ അല്ല പഠിച്ചത്, പക്ഷെ ഇവിടെ എല്ലാവരും സജീവമാണ്. എല്ലാവരും ആളെ മോനും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. മോനും കൂടെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിനൊക്കെ പരിചയം ഉണ്ടല്ലോ? എല്ലാ ടീച്ചേഴ്സിനും നല്ല ബന്ധം. നല്ല ടീച്ചറായിക്കോട്ടെ, എല്ലാ ടീച്ചർമാരും പക്ഷെ എല്ലാവർക്കും നല്ല അടുപ്പായിരുന്നു. തീർച്ചയായും ഇവിടെ ഈ സ്കൂളിൽ പഠിച്ച ആളല്ല, പക്ഷേ അധ്യാപകന്മാരൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഈ സ്കൂളിലെ ആയ. അവരുടെ പേരെന്താണ്? ഷാജി എന്നാണ് വിളിക്കുന്നത്. സാജിത എന്നാണ് വിളിക്കുന്നത്. സാജിത എന്ന ഒരു ആയുണ്ട്. അവരുടെ കുട്ടിയുണ്ട്. അവരൊക്കെ ഈ സ്കൂളിൽ ഒരു ആയ എന്നതിലുപരിയായി സ്കൂളിൻ്റെ എല്ലാമായി സർവ്വം സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അധ്യാപകരുൾപ്പെടെ എല്ലാവരും. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രാമീണ പ്രദേശമാണ്. അവിടുത്തെ സർക്കാർ വിദ്യാലയം എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ വളരെ ജനകീയമായി പ്രവർത്തിക്കുന്ന, ജനങ്ങളുമായി അടുത്തിടപഴകുന്ന, കുട്ടികളെ പഠിപ്പിക്കുകയും അവർക്ക് വഴിതെളിക്കുകയും അവരെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു സംവിധാനമാണല്ലോ. ആ തരത്തിലുള്ള ബന്ധം സൂക്ഷിക്കുന്ന അധ്യാപകരാണ് യാത്ര പുറപ്പെട്ടത്. വേനൽ അവധിയിലേക്ക് വിദ്യാലയം കടക്കുമ്പോൾ അവിടുത്തെ അധ്യാപകർ യാത്ര തിരിച്ചതാണ്, വിനോദയാത്രയ്ക്കായി പോയതാണ്. അവർ ഈ നേരത്തെ ഷെയ്ദ് സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികളെല്ലാം പഠിപ്പിച്ച് ഒരവധിക്കാലം ആഘോഷിക്കാനുള്ള യാത്രയിലായിരുന്നു. സാജിദ 45 വയസ്സുള്ള ആയ അവരുൾപ്പെടെ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. അതിദാരുണമായിട്ടുള്ള വാർത്തയുടെ വിശദാംശങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്.